നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകര സക്സസ് ആണ് ഈ റെസ്റ്റോറന്റ്. ഭയങ്കര സക്സസ് ആണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഇവിടുത്തെ പ്രശ്നം ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരെയും തൃപ്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയധികം ആൾക്കാരാണ് വരുന്നത്. എന്തൊരു തള്ളണത്, നമ്മളെന്തിനാണുള്ള തള്ള കേൾക്കണത്? നിങ്ങൾ മുൻകാലത്ത് വേറെ സത്യം പറഞ്ഞ സാറിന് ഫീൽ ചെയ്യരുത്. ഹോട്ടലിൽ പോയിട്ട് കൊടുത്ത വ്ളോഗാണ്. അതിൽ പറഞ്ഞ കാര്യമാണ് ആക്ച്വലി എന്ത് കാര്യം നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങളെ പോയപ്പോൾ പറഞ്ഞത് ടോക്കൺ ആദ്യം കൊടുക്കണം, ടോക്കൺ ആദ്യം വാങ്ങണം, കാശ് ആദ്യം കൊടുക്കണം, എന്നാലേ ഭക്ഷണം കിട്ടും. ഭക്ഷണം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ രീതിക്ക് ഇവർക്ക് പൈസയ്ക്ക് ആർത്തിയാണ്. ഇത് ഏത് റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ കുഴപ്പമില്ല. ഇതിലെ ഇന്നലെ ആക്ച്വലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മനുഷ്യന്മാരിൽ ഒരാളുടെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പൊ ഞാനൊരു തംബ്നെയിലൊക്കെ മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജൂലൈ 5-ന് എനിക്ക് ലൈവ് ചെയ്യണം. ലോകത്തിലെ യുദ്ധങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ബിരിയാണി റെഡി ആവുന്നതിന്റെ സൗണ്ടാണ്. 9:30 ബിരിയാണി റെഡി ആയല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി കഴിച്ചാലോ? ഇത് മെക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ച സിസ്റ്റമാണ്, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ചെയ്യും ചൈനയിൽ. 10,000 റെസ്റ്റോറൻറ്റ് എങ്ങാനോ ചൈനയിൽ മാത്രം. അവരുടെ സിസ്റ്റം അതേപോലെ കോപ്പി ചെയ്തതാണ്. അതായത് കോപ്പി അടി അല്ലേ? ഓൺലൈനിൽ കാണുന്ന കാര്യവും ഈ ഓൺലൈനിൽ കാണുന്നവരെ ഓൺലൈനിലല്ലേ? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഓൺലൈനിലാണ് കണ്ടോണ്ടിരിക്കണേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൾക്കാര് ഇവിടുത്തെ റെഗുലർ കസ്റ്റമേഴ്സ് അല്ലാത്തടത്തോളം, ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സിന് ഈ വക കൺസേൺസ് ഇല്ലാത്തടത്തോളം ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വേറൊരു കസ്റ്റമറുടെ ആവശ്യം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുള്ളതാണ്. നിങ്ങൾ 2 വാങ്ങിച്ചാൽ മതി. അതായത് സാമ്പാർ 2 തവണ ഇപ്പൊ സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ, ഏത് സാധാരണ കട? സാധാരണ ഇപ്പൊ വീട്ടിലൂണ് അല്ലെങ്കിൽ സാധാരണ കട, ആ കട ഈ കടയും നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റൂല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക്. കറക്റ്റ് ആണല്ലേ? റോഡ് സൈഡില് ഞാനിവിടെ കൊടുക്കുന്ന റെന്റ് ഇല്ലേ, ഒരു മാസത്തെ റെന്റ്, അത്രയും പൈസ ഉണ്ടാവില്ല അതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഇവിടെ ഞാൻ ഒരു മാസം കൊടുക്കുന്ന സാലറി, അതിൽ പ്രധാന പാർട്ട് ക്ലീൻലിനെസ് ആണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ അത് കോടിക്കണക്കിനാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.